ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ പേജ് നമ്പർ 46-7 ബാക്കി ചോദ്യങ്ങൾ ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം, പരിവൃത്ത ആരം 3 സെൻറ്റിമീറ്റർ, 2 കോണുകൾ 32 ഡിഗ്രിയും 37 ഡിഗ്രിയുമായ ത്രികോണം വരയ്ക്കുക. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആൻഡ് 2 ഓഫ് ദി ആംഗിൾ 32.5 ഡിഗ്രി ആൻഡ് 37.5 ഡിഗ്രി. അപ്പോൾ ആദ്യം ആരം റേഡിയസ് എത്ര ആയിട്ട് വരണം? 3 സെൻറ്റിമീറ്റർ ആയിട്ട് വരണം. അപ്പോൾ ആദ്യം കോമ്പസ് എടുക്കുക, സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ അളക്കുക. 3 സെൻറ്റിമീറ്റർ അളക്കുക, ഒരു സർക്കിൾ വരയ്ക്കുക. റേഡിയസ് മാർക്ക് ചെയ്യുക. നമ്മളോട് കോണുകൾ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത്, കോണുകൾ 32 ഡിഗ്രി 37 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വരയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ 32.5 അതിൻ്റെ ഇരട്ടി എടുക്കുക. അത് 32 2 പ്രാവശ്യം കൂട്ടുക, അങ്ങനെ 2 ആയിട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 65 ഡിഗ്രി കിട്ടും. അതേപോലെ 37 ഡിഗ്രി അതിൻ്റെ ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ 75 ഡിഗ്രി എന്നും കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് 65 ഡിഗ്രി എടുത്തിട്ട് മാർക്ക് ചെയ്യാം. ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റിൽ വയ്ക്കുക. 65 ഡിഗ്രി എന്ത് ചെയ്യാണ്? മാർക്ക് ചെയ്യാണ്. 50, 60, 65 ഡിഗ്രി സർക്കിളുമായിട്ട് യോജിപ്പിക്കുക. അതേപോലെ ഇപ്പോൾ വരച്ച ഈ ലൈനുണ്ട്, ആ ലൈനിൽ പ്രൊട്ടാക്ടർ വയ്ക്കുക. 75 ഡിഗ്രി മാർക്ക് ചെയ്യുക. 75 ഡിഗ്രി മാർക്ക് ചെയ്യുക. അത് സർക്കിൾ സെൻറ്ററുമായിട്ട് കൂട്ടി യോജിപ്പിക്കുക. ഇപ്പോൾ നമുക്ക് 3 പോയിന്റ്സ് കിട്ടി ത്രികോണം വരയ്ക്കാനുള്ള. പോയിന്റ്സിൻ്റെ പേര് കൊടുത്ത് A, B, C. ഇപ്പോൾ നമുക്ക് 3 പോയിന്റ്സ് കിട്ടി, A, B, C. ആ പോയിന്റ്സ് പരസ്പരം കൂട്ടി യോജിപ്പിക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതാണ് നമ്മൾ എത്ര മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? 65 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് 65 ഡിഗ്രി, ഈ ഭാഗം 75 ഡിഗ്രി. നമുക്ക് വേണ്ട ത്രികോണം ABC. ഇനി സിയും എയും തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. നമ്മുടെ ത്രികോണം ഏതാണ്? ABC. ഇതായിരിക്കും നമ്മുടെ ത്രികോണം. ഇനി നമുക്ക് 32 ഡിഗ്രിയും 37 ഡിഗ്രിയും വേണം. ഇപ്പോൾ നോക്കിയോ, സർക്കിളിൻ്റെ സെൻറ്ററിൽ 65 ഡിഗ്രി. നേരെ പോണ വശം ഏതിലേക്കാണ്? AB. അതിൻ്റെ എതിർ ആംഗിളിലായിരിക്കും എത്ര വരിക? 32. 65ൻ്റെ പകുതി 32. ഈ 65 പോണത് ഏത് സൈഡിലേക്കാണ്? AB. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇവിടെ. ഈ ABയുടെ ഇങ്ങനെ പോവുക. അപ്പോൾ എത്ര കിട്ടും? 32.5 കിട്ടും. ഇനി 75 ഡിഗ്രി അത് ഏത് സൈഡിലേക്കാണ്? BC. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഇവിടേക്ക്, എയുടെ കോണിലേക്ക്. അത് എത്രയാണ് വരിക? 37.5 ഡിഗ്രി. ഇത് ഫുൾ എടുക്കാൻ പാടില്ല, കാരണം എന്താണ്? നമുക്ക് കിട്ടേണ്ട ത്രികോണം ABC ആണ്. ഇതായിരിക്കും ചിത്രത്തിൽ പറഞ്ഞ ആംഗിളിൽ വരുന്ന ത്രികോണമായിട്ട് വരിക. മൂന്നാമത്തെ ആംഗിള് ഇത് 2 സം എടുത്തിട്ട് അത് നേരെ പകുതി, ഈ 2 സം എടുത്തിട്ട് 180 കുറച്ച് കഴിഞ്ഞാൽ ഈ ആംഗിളും കിട്ടും. നാലാമത്തെ ചോദ്യം, ചിത്രത്തിൽ ഒരു വര വ്യാസമായി വലിയ അർദ്ധവൃത്തവും വരയുടെ പകുതി വ്യാസമായി ചെറിയ അർദ്ധവൃത്തവും വരച്ചിരിക്കുന്നു. ഇവ മുട്ടുന്ന ബിന്ദുവും വലിയ അർദ്ധവൃത്തത്തിലെ ഏത് ബിന്ദുവും യോജിപ്പിക്കുന്ന വരയെ ചെറിയ അർദ്ധവൃത്തം സമഭാഗം ചെയ്യുമെന്ന് തെളിയിക്കുക. ഇൻ ദിസ് പിക്ചർ എ സെമി സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ലൈൻ ആസ് ഡയാമീറ്റർ ആൻഡ് എ സ്മോൾ സെമി സർക്കിൾ വിത്ത് ഹാഫ് ദിസ് ലൈൻ ആസ് ഡയാമീറ്റർ. പ്രൂവ് ദാറ്റ് a line joining the point where the semicircle meet to any point on the larger semicircle is bisected by the smaller semicircle.
അപ്പോൾ ഒരു വര ഉണ്ട്, ഒരു വരേനെ ഒരു ചെറിയ സെമി സർക്കിളും ഒരു വലിയ സെമി സർക്കിളുമായി വരച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ എന്ത് ചെയ്തിട്ടുണ്ട്, കടന്നു പോയിട്ടുണ്ട്. നമുക്ക് തെളിയിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ചെറിയ സെമി സർക്കിളിൻ്റെ ലെങ്ത്തും ഇതിന് പേര് കൊടുക്കുകയാണെങ്കിൽ എ ബി സി ഡി ഇ. എ മുതലുള്ള ബി വരെ ലെങ്ത്തും ബി മുതൽ സി വരെയുള്ള ലെങ്ത്തും ഈക്വൽ ആണെന്ന് തെളിയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ ബിയും ഇയും തമ്മിൽ യോജിപ്പിച്ചു, അതേപോലെ സിയും ഡിയും തമ്മിൽ യോജിപ്പിച്ചു. ഇവിടെ നോക്കി നോക്ക്, ഇവിടെ രണ്ടിടത്തും 90 ഡിഗ്രിയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ ഇൻ സ്മോൾ സെമി സർക്കിൾ ABE. ആംഗിൾ ABE ഈക്വൽ ടു 90 ഡിഗ്രി. അതേപോലെ തന്നെ ആംഗിൾ ഇൻ ലാർജ് സെമി സർക്കിൾ ACD. ആംഗിൾ ACD ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി നമുക്ക് എഴുതാം ഇതിൽ BE, ഈ BE എന്ന് പറഞ്ഞ സൈഡും CD എന്ന് പറഞ്ഞ സൈഡും എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. BE പാരലൽ ടു CD. കാരണം നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു one side cut other two sides in same ratio. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും BE എന്ന സൈഡ് BE cuts sides AC and AD in same ratio. അപ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും AB by BC ഈക്വൽ ടു AE by ED. AB by BC അതുപോലെ തന്നെ എഴുതി AB by BC. AE by CD 1 ആയിരിക്കും, അതായത് ഈക്വൽ ആയിരിക്കും. കാരണം ഈ സർക്കിളിൻ്റെ സെൻറ്ററാണിത്, റേഡിയസ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ലെങ്ത്തും ഇവിടെ നിന്നുള്ള ലെങ്ത്തും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇത് 2 ആണെങ്കിൽ ഇത് 2, ഇത് 1 ആണെങ്കിൽ ഇത് 1. അപ്പോൾ AE ഈക്വൽ ടു ED. അപ്പോൾ നമുക്ക് എഴുതാം AE ഈക്വൽ ടു AD ഈക്വൽ ആണ്, അപ്പോൾ 1. അപ്പോൾ കാരണം എഴുതാം ബ്രാക്കറ്റിൽ AE ഈക്വൽ ടു ED. ദേ ആർ radius of same circle. രണ്ടും ഈക്വൽ ആണ്, ക്യാൻസൽ ആയിപ്പോൾ എത്ര കിട്ടും, 1 കിട്ടും. അപ്പോൾ നമുക്ക് ഇനി എഴുതാൻ വേണ്ടി പറ്റും AB ഈക്വൽ ടു 1 ഇവിടെ ഉണ്ട്, ഡിവൈഡ് ബൈ BC ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലൈ ആവും, 1 ഇൻറ്റു BC. AB ഈക്വൽ ടു BC. നമുക്ക് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, A മുതൽ B വരെ ലെങ്ത്തും B മുതൽ C വരെ ലെങ്ത്തും ഈക്വൽ ആണെന്ന്. അപ്പം നമുക്കിപ്പോൾ കിട്ടിയത് AB ഈക്വൽ ടു BC ആണ്. ഇനി കൺക്ലൂഡ് ചെയ്യാം. ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ് വേർ the two semicircle meet to a point on large semicircle is bisected by the smaller semicircle. Hence we proved. ഇനി നമുക്ക് മലയാളം മീഡിയത്തിൻ്റെ ആൻസർ ഒന്ന് നോക്കി നോക്കാം. ആദ്യം നമ്മൾ എഴുതുന്നത് ആംഗിൾസിൻ്റെ കാര്യമാണ്. ആംഗിൾ
ABE ഈക്വൽ ടു ആംഗിൾ ACD ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി നമുക്ക് എഴുതാം BE എന്ന രേഖ CD എന്ന വശത്തിന് സമാന്തരമാണ്. BC പാരലൽ ടു CD. നമ്മൾ 9ാം ക്ലാസ് നിയമം പഠിച്ചിട്ടുണ്ട്. ഏതൊരു ത്രികോണത്തിലെയും ഒരു വശത്തിന് സമാന്തരമായ രേഖ മറ്റു രണ്ടു വശങ്ങളെ ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. അതുകൊണ്ട് BE എന്ന രേഖ ACയെയും ADയെയും ഒരേ അംശബന്ധത്തിൽ മുറിക്കുന്നു. അതുകൊണ്ട് therefore AB by BC equal to AE by ED. AB by BC equal to 1. കാരണം എന്താണ്? ഇവ രണ്ടും അർദ്ധവൃത്തത്തിലെ ആരങ്ങളാണ്. AE ഈക്വൽ ടു CD. ഇനി നമുക്ക് എഴുതാം, ക്രോസ് ചെയ്ത് ഗുണിച്ച് നോക്കാം. അതായത് ബൈ ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആവും. അപ്പോൾ AB ഈക്വൽ ടു 1 ഇൻറ്റു BC, AB ഈക്വൽ ടു BC നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. രണ്ട് അർദ്ധവൃത്തങ്ങൾ ഇത് ക്വസ്റ്റ്യനിലെ അവസാനത്തെ ലൈനാണ്. അർദ്ധവൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്നും വലിയ അർദ്ധവൃത്തത്തിലേക്ക് യോജിപ്പിക്കുന്ന രേഖയെ ചെറിയ അർദ്ധവൃത്തം സമഭാഗം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഈ ചോദ്യത്തിലെ ബാക്കി കുറച്ചും കൂടി ചോദ്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അതുവരേക്കും ബൈ.